അതിൽ പെയിന്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ഞാൻ ആദ്യം നമ്മൾ അല്ലാതെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടോ പീലബിൾ പെയിന്റ് സാധാരണ ബാംഗ്ലൂരൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ ഫസ്റ്റ് ഞാനൊരു വണ്ടി ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടി അതിനകത്ത് എന്തെങ്കിലും എന്താണ് ഒരു മാറ്റം വരുത്തി ഒരു എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരാൻ എല്ലാ വണ്ടിപ്രാന്തന്മാരും ശ്രമിക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു എക്സാമ്പിളാണ്. എൻ്റെ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവാണ്. ഞാൻ അതിന് എക്സ്പെക്ട് ചെയ്യുന്ന അതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. നമ്മളിന്നുള്ളത് കോട്ടയത്താണ്. ഓട്ടോസ്റ്റാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മൾ ആക്ച്വലി തൃശ്ശൂർ ഓട്ടോസ്റ്റാർക്കിലേക്ക് പോകുമായിരുന്നു. അപ്പം നമുക്ക് കോട്ടയം വഴിയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോട്ടയത്തെ ഷോറൂമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ടുള്ള എല്ലാവരും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പോകുന്ന വഴിയിൽ തൃശ്ശൂർ ഓട്ടോസ്റ്റാർക്കിലേക്ക് പോകുന്ന വഴിയിൽ ഇതുകൂടെ കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോസ്റ്റാർക്കിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞുതരാം. നിപ്പോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഓട്ടോസ്റ്റാർക്ക്. നമുക്ക് ലക്ഷറി കാർ മുതൽ ഇങ്ങ് നമ്മുടെ മാരുതി 800 വരെ സർവീസ് ചെയ്യാനും അതിന് വേണ്ടുന്ന എന്താണ് പെയിൻറ്റിങ്, ആക്സസറീസ്, പിന്നെ അതുപോലെ റീസ്റ്റോറേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്ഥാപനം വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോട്ടയത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് കോട്ടയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഓട്ടോസ്റ്റാർക്കിൻ്റെ കോട്ടയം ഷോറൂമിലാണ്. നമുക്കിവിടെ കാര്യങ്ങൾ പറഞ്ഞാനായിട്ട് രതീഷ് അല്ലേ, അഭിലാഷ് ഏട്ടനുണ്ട്. പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഭിലാഷ് ഏട്ടൻ വിളിക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. പുള്ളി കുറച്ച് ദിവസം വയ്യാതൊക്കെ ഇരുന്നില്ലേ? ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ കോട്ടയത്തെ ഓട്ടോസ്റ്റാർക്ക് അല്ലേ? കോട്ടയം തെള്ളകം എന്ന് പറയുന്നുണ്ടെങ്കിലും കാരിത്താസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാരിത്താസ് ഹോസ്പിറ്റലുള്ളതാണ്. ഓക്കെ, അതെല്ലാം ഇവിടെ 100 മീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ, കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തെള്ളകം. ഇത് പ്രോപ്പർ സ്ഥലം തെള്ളകമാണ്. ഓക്കെ, തെള്ളകത്ത് നിപ്പോൺ ടൊയോട്ടയുടെ തൊട്ട് ബാക്കിലാണ്, ചേർന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാം ഷോറൂമിന്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ ഉണ്ട്? 3 വർഷം. നമ്മൾ ട്രയൽ റൺ ആയിരുന്നു. തൃശ്ശൂർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം കോട്ടയത്ത് നമ്മൾ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വർക്ക് ചെയ്തു. സർവീസ്, ബോഡി ഷോപ്പ് കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒഫീഷ്യൽ ലോഞ്ച് മാത്രം ഇതുവരെ ആയിട്ടില്ല. ഒഫീഷ്യലി ഇതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാത്തത്, ഇതിനെ പറ്റി പുറത്തേക്കൊന്നും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനിങ് ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ഫംഗ്ഷനും നടക്കുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ കണ്ടതുപോലെ തന്നെ, തൃശ്ശൂർ എല്ലാവരും കാണുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളും, സർവീസ് എന്തെല്ലാമാണോ വേണ്ടത്, ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വണ്ടിയും ചെയ്യാൻ പറ്റുമോ? എല്ലാ വണ്ടികളും ചെയ്യാൻ പറ്റും. 800 തൊട്ട് റോൾസ് റോയ്സ് വരെ എല്ലാ ഏത് ബ്രാൻഡ് അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ബ്രാൻഡും നമുക്ക് ചെയ്യാം. അതിനുള്ള നമുക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ലേബേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ ടെക്നീഷ്യൻസും, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മളുണ്ട്. എല്ലാ പ്രീമിയം വെഹിക്കിൾസിനും വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഹൈലി എക്യുപ്ഡ് ആണ്. നമ്മളിത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ വർഷം മാത്രമേ റീസൺ. പക്ഷെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടല്ലോ, എല്ലാ വർക്കും ആളുകളായിട്ട് കാര്യങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെയുള്ള സർവീസ് കൂടാതെ അടുത്ത എന്താ കാര്യങ്ങളുള്ളത്? നമ്മൾക്ക് ബോഡി ഷോപ്പ്, അതിൽ നമ്മൾ ആക്സിഡന്റ് റിപ്പയേഴ്സ്, അതല്ലാതെ കസ്റ്റം പെയിന്റിങ്സ്, സ്പെഷ്യൽ എഫക്ട്സ് പെയിന്റിങ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ താർ തന്നെയാണെന്നുണ്ടെങ്കിലും 4x4 കസ്റ്റമൈസേഷന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാം അല്ലേ? കസ്റ്റമൈസേഷൻ ചെയ്യാം. അതിൽ എന്താണോ കസ്റ്റമറുടെ മനസ്സിലുള്ള ഐഡിയ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ക ആ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് അതിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കൺസെപ്റ്റിനനുസരിച്ച് ആ വണ്ടി നമ്മൾ ഓട്ടോസ്റ്റാർക്കിൽ നിന്നും സസ്പെൻഷൻ ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇത് സസ്പെൻഷൻ ചെയ്യുന്നുണ്ട്, ഇന്റീരിയർ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ നമുക്ക് കളറും ലെതറൈറ്റ് ഒക്കെ കൊണ്ടുവരാം. ലെതർ സീറ്റ്സ്, പിന്നെ ബാക്കി അതല്ലാതെ ട്രിംസ് കാര്യങ്ങളെല്ലാം, ട്രിംസ്, പെയിന്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ പെയിന്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ഞാൻ ആദ്യം നമ്മൾ അല്ലാതെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറയുന്നത് പീലബിൾ പെയിന്റ് സാധാരണ ബാംഗ്ലൂരൊക്കെയാണ് ഇതിനെ കുറിച്ചൊക്കെയാണല്ലോ. ഫസ്റ്റ് ഞാനൊരു വണ്ടി ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരു പ്രീമിയം വണ്ടികളോട് ഭയങ്കര അട്രാക്ഷൻ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. ആവശ്യമില്ലെങ്കിൽ ഈ സാധനം ഇളക്കി കളയാം. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് അതൊരു വണ്ടി നമ്മളിപ്പം കാണിക്കാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ റോൾസ് റോയ്സ് പോലുള്ള വണ്ടികൾക്കാണ് ഏറ്റവും ഫ്രഷ് പെയിന്റ് വരുന്നത് ഭയങ്കര കോസ്റ്റ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു പുതിയൊരു പെയിന്റ് അതിനകത്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പ്രീമിയം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അവരൊന്ന് കളർ ചേഞ്ച് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പീലബിൾ പെയിന്റ്. നമുക്ക് ഈ ഇത് റിമൂവ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരികയില്ല. നമുക്കിവിടെ ഒരു വണ്ടി കിടപ്പുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെയാണ് സർവീസുകൾ നമ്മൾ ചെയ്യുന്നത്? പിന്നെ നമ്മൾ റീസ്റ്റോറേഷൻ അതാണ് ഒരു മെയിൻ സാധനം അല്ലേ? ഓക്കെ, ഓട്ടോസ്റ്റാർക്ക് തൃശ്ശൂരായാലും ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് റീസ്റ്റോറേഷൻ ആണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് പഴയ വണ്ടികളൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ അതിന് എക്സ്പെർട്ട് ലേബർ വേണം, അതിൻ്റെതായ എക്യുപ്മെന്റ്സ് വേണം, പിന്നെ അതിൻ്റെ പാർട്സുകൾ, ഇതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഈ പാർട്സുകൾ ഒപ്പിക്കാത്ത ഒരുപാട് സമയം എടുക്കും. ഇപ്പം എല്ലാ പാർട്സുകളും ഇപ്പം ഒരുപാട് ഏജ്ഡ് വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ചില പാർട്സുകൾ നമുക്ക് സോഴ്സ് ചെയ്യണം. അപ്പം നമ്മൾ ആ പാർട്സ് നമ്മൾ മേക്ക് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്. ബോഡി പാനൽസ് ഒക്കെ മേക്ക് ചെയ്ത് നമ്മൾ
നമ്മുടെ തന്നെ ടെക്നീഷ്യൻസ് മേക്ക് ചെയ്ത് ആ വർക്കുകൾ ചെയ്യുന്നുണ്ട് അല്ലേ? സർവീസ് റിസപ്ഷനും പിന്നെ നമുക്കൊരു ആക്സറീസ് ഏരിയ ഉണ്ട്, ഏരിയ നല്ലൊരു ഏരിയ ഉണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ഫിനിഷ് ആയിട്ടില്ല. ഓക്കെ, ഫൈനൽ സ്റ്റേജ് ആവുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇതൊരു മൊത്തത്തിൽ ഒരു പ്രീമിയം ഫീലാണ് മൊത്തത്തിൽ ചെയ്തേക്കുന്നത് അല്ലേ? ഷോറൂം ആയാലും അകത്തോട്ട് കഴിയുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ നല്ലപോലെ നിലനിർത്തിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ സർവീസിന്റെ അഡ്വൈസേഴ്സ് ആണ് അല്ലേ? ഇവരെല്ലാം സർവീസ് അഡ്വൈസേഴ്സ് ആണ്. ഓക്കെ ഓക്കെ, ഒരു പുതിയ വണ്ടി അതെ പുതിയ ഷോറൂമിൽ ചെല്ലുന്ന പോലെ ഒരു ഷോറൂമിൽ ചെല്ലുന്ന ഒരു പ്രീമിയം ഷോറൂമിൽ ചെല്ലുന്ന ഒരു ഫീല് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആക്സറീസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു പ്രീമിയം ഫീൽ നിലനിർത്തി തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരു കസ്റ്റമർ ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഫുൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു എന്താണ് ഒരു വണ്ടി സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഡ്വൈസർ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത് സിംഗിൾ ടച്ച് പോയിന്റ് അങ്ങനെയാണ്. ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആളിൽ നിന്നൊരു സൊല്യൂഷൻ ഉണ്ടാവും. ബോഡി ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ആളിൽ നിന്നൊരു സൊല്യൂഷൻ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഒരാളെ കോൺടാക്ട് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ആയിട്ട് പോകേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഈവൻ ഇൻഷുറൻസ് റിന്യൂവൽസിന് പോലും ആളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ ഓക്കെ, എല്ലാം ഇവിടുത്തെ എന്ത് പരിപാടി ഉണ്ടോ കാര്യങ്ങൾക്കും. ഓക്കെ, പിന്നെ ബാക്കിലായിട്ട് കുറച്ച് അലോയ് വീൽസ് ഇത്ര ഇതാണ് ആക്സസറീസ് എന്ന് പറഞ്ഞത് അല്ല, നമ്മൾ മേളിലുണ്ടല്ലേ നല്ലൊരു ഏരിയ ആക്സറീസിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫൈനൽ സ്റ്റേജിലാണ്. അതാണ് നമ്മൾ ഓപ്പണിംഗ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഏരിയ നമുക്ക് തൽക്കാലം തൃശ്ശൂർ കാണാം അല്ലേ? അതായിരിക്കും ബെറ്റർ തോന്നുന്നു. ഇവിടെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടില്ല. കാരണം നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു സുഖം വരുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമുക്ക് പെയിന്റിംഗ് ബൂത്ത് കാണാം അല്ലേ? പെയിന്റ് ബൂത്ത് കാണാം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ക്യാമറ ഷെല്ലടിച്ച് വെളിയിലേക്ക് ക്ലീൻ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. ഓക്കെ ഓക്കെ, ഇതാ ഈ പ്രത്യേകിച്ച് ഏത് പെയിന്റ് ബൂത്ത് ആയാലും നമുക്ക് കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ കാണില്ല. കാരണം എപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ വർക്ക് ചെയ്ത് ഇന്നിപ്പം ഇറക്കിയിട്ടേ ഉള്ളൂ. ലെങ്ത് ഉണ്ടല്ലേ? അപ്പോൾ ഏത് വണ്ടിയായാലും നമുക്ക് ചെയ്യാം. വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ പ്രീമിയം വണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി എല്ലാവരും ആഗ്രഹിക്കും. ഇപ്പം ഈ ഒരു മേഖലയെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കോട്ടയം, പത്തനംതിട്ട ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതലും നല്ല എൻക്വയറി ഈ സൗത്ത് സൈഡിലേക്ക് ഒരു ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് തിരുനെൽവേലി, മാർത്താണ്ഡം, തിരുവനന്തപുരം, കൊല്ലം ഈ സൈഡിൽ നിന്നെല്ലാം നല്ലൊരു കസ്റ്റമേഴ്സ് ഇപ്പൊ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത്ര ഏരിയയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ തൃശ്ശൂര് ഇതിലെ ആൾക്കാരിലേക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സെൻട്രൽ കേരള അല്ലാതെ ഈ സൗത്ത് കേരളയിലേക്ക് റോഡ് പ്രശ്നമില്ല. എം സി റോഡ് ആകുമ്പോൾ എത്താൻ പറ്റും. അങ്ങനെ കുറച്ച് ഐഡിയപരമായിട്ട് ചെയ്തതാണല്ലേ? ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മൾ പാലാ സൈഡ് ആയാലും ഇടുക്കിയിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് തേനി എന്നൊക്കെ കസ്റ്റമേഴ്സ് വരും. വേണമെങ്കിൽ എറണാകുളത്തുനിന്നും ഈസി ആയിട്ട് പറ്റുന്നല്ലേ? ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ ഇത് എന്താ ഇവിടെ ചെയ്യുന്നത്? ഇതിനകത്ത് ഇപ്പം നമ്മുടെ ബോഡി ഷോപ്പ് വർക്ക്ഷോപ്പാണിത്. ഓക്കെ, ബോഡി ഷോപ്പ് വർക്ക്ഷോപ്പ് ഇപ്പം ഇതൊക്കെ ആക്സിഡന്റ് റിപ്പയർസിന് വന്ന് കിടക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത് പീലബിൾ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ വർക്ക് കഴിഞ്ഞിടക്കുകയാണ്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, പോളിഷിംഗ് കഴിഞ്ഞിട്ടില്ല. പീലബിൾ അടിച്ച് നിൽക്കുന്നതാണ്. അതിന്റെ ഫിനിഷ് എങ്ങനെ ഉണ്ടോ? നമുക്ക് ഏത് കളർ വേണമെങ്കിലും കിട്ടുമല്ലോ. ഒരുപാട് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂരത്തെ കാര്യം പറയുന്ന പോലെ എത്ര കളർ അല്ലേ? സെയിം. അതെ, അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അതേപോലെ ചെയ്യാം അല്ലേ? എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. ആ ഡിപ്പിംഗ് പെയിന്റ് ഒക്കെ അത് എല്ലാം ഉണ്ട് അല്ലേ? ഹൈഡ്രോ ഡിപ്പിംഗ് ഉണ്ട്. ഓക്കെ, എല്ലാ കാര്യം എന്തെല്ലാം നമുക്ക്, അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണോ നമ്മുടെ നീഡ് അത് അറിഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോ നമ്മൾ റീസ്റ്റോർ ചെയ്തതാണ്. അതും പോളിഷിംഗ് മാത്രമേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിപ്പം ഇതിന്റെ ഇന്റീരിയർ ഇത് കംപ്ലീറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഡാഷ് ബോർഡ്സ് ഇത് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ഇത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ്സ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. വിങ്സും ലൈനിങ്സ്, ട്രിംസ് എല്ലാം പെയിന്റ് ആണ്. ഇതെല്ലാം പെയിന്റ് ആണ്. ഡോർ പാഡും നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ലെതർ റാപ്പ് ചെയ്തു, ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് ആയില്ലേ? എല്ലാം ബ്ലാക്ക് ആയി, ഒരു ഹൈലൈറ്റഡ് രീതിയിലേക്ക് ഇപ്പൊ പുതിയ വണ്ടി വരുന്ന പോലെ ആ രീതിയിലേക്ക് കൊണ്ടുപോകും. ഇത് ക്യാമറ അല്ലേ? ഇത് ക്യാമറയാണ്. ഇത് ഈ വണ്ടി നമുക്ക് പഞ്ചാബിൽ നിന്ന് ഇവര് വണ്ടി ഡ്രൈവ് ചെയ്ത് കൊണ്ട് തന്നിരിക്കുന്നതാണ്. നമ്മുടെ വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ട അതിന് ശേഷം അവിടുന്ന് കൊണ്ടുവന്നാണ്. അവർ ഒരേ സമയം തന്നെ 2 വണ്ടിയാണ് കൊണ്ട് തന്നിരുന്നത്. ഈ ക്യാമറയും ഫോർച്യൂണറും. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഫോർച്യൂണർ ആണ്. അതെ അതെ. ഓക്കെ, ഇതിപ്പം ഇതും കസ്റ്റമൈസേഷൻ ആണ്. ഇത് പെയിന്റ് കസ്റ്റമൈസേഷനും ഇന്റീരിയർ കസ്റ്റമൈസേഷനും ആണ്. ഇതിൽ ഈ കളർ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ കാണാറില്ല അല്ലേ? അതെ, അവര് ഈ കളറിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. സെയിം കളറിലേക്ക്, സെയിം കളർ തന്നെ മതി എന്ന് പറഞ്ഞില്ലേ? സാധാരണ എല്ലാവരും പുതിയ കളറിലേക്ക് പോകുമ്പോൾ സെയിം കളർ തന്നെയാണ്. ഈ ക്യാമറയും സെയിം കളർ തന്നെയാണ്. ക്യാമറയും സെയിം കളർ തന്നെ. ഓക്കെ, ഇതിനകത്ത് ഫുൾ ഇന്റീരിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിനകത്ത് കംപ്ലീറ്റ് ഇന്റീരിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ കസ്റ്റം ചെയ്യുന്നുണ്ട്, ഡാഷ് ബോർഡ് കസ്റ്റം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് A to Z കാര്യങ്ങൾ ഇന്റീരിയർ കസ്റ്റം ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഡോർ പാഡ് അടക്കം പെയിന്റ് ചെയ്ത് ഒരു തീമിലേക്ക് അതിൽ
മേ ബി ടാൻ ആയിരിക്കാം. ഓക്കെ ഓക്കെ, ഫൈനലൈസ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോർമൽ സർവീസ് ബേ ആണ് ഈ വരുന്നതല്ല അല്ലേ? ഇതിപ്പോൾ ഒരു ആക്സിഡന്റ് വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് വർക്ക് കഴിഞ്ഞ ഫുൾ പെയിന്റ് കഴിഞ്ഞ ഇപ്പോൾ കൊണ്ടുപോയാണ്. ഓക്കെ, ഇപ്പോൾ i20 ഇത് നമ്മൾ ഇത് റൂഫ് ബ്ലാക്ക് ആക്കി അണ്ടർ ബോഡി കോട്ടിംഗ് ബേ ആണ്. അതില്ലേ, പാർക്ക് ചെയ്യാൻ ഭയങ്കര സ്ഥലമുണ്ടല്ലേ, ഹ്യൂജ് ഏരിയ. അതല്ല, ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു എന്താണ് ഒരു സർവീസ് സെന്റർ വന്നൊരു ഫീലില്ല. കാരണം ഒരുപാട് വണ്ടി ക്രൗഡഡ് ആയിട്ട് നടക്കുന്നില്ല, കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിടുന്നുണ്ടല്ലേ. നല്ല സ്ഥലം ഉണ്ടല്ലോ, അതാണ് മെയിൻ ആയിട്ട്. നല്ല സ്ഥലമുണ്ട്, നമുക്ക് ഇനി ഒരു പാർക്കിംഗ് യാർഡ് കൂടെ ഉണ്ട്, വേറെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഈ നേരെ കാണുന്നത്? ഇതൊക്കെ ഇത് നമ്മുടെ ട്രാൻസ്ഫോമർ റൂമാണ്. ഇലക്ട്രിക്കൽ സെഗ്മെന്റ് അല്ലേ? ഇത് ഇലക്ട്രിക്കൽ ആൻഡ് കംപ്രസർ അങ്ങനെയുള്ള. ഓക്കെ, ഇത് നമ്മുടെ അണ്ടർ ബോഡി കോട്ടിംഗ് ഏരിയ ആണ്. ഓക്കെ, ഒന്ന് കാണാൻ പറ്റുമോ? അണ്ടർ ബോഡി കോട്ടിംഗ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അതിന്റെ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? അത് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തേക്കാണല്ലേ? ഓക്കെ ഓക്കെ, ഇവിടെ എന്താ ഇത് സർവീസ് ഏരിയ അല്ലേ? ഇത് നമ്മുടെ സർവീസ് വർക്ക്ഷോപ്പാണ്. സർവീസും നമുക്ക് അതുപോലെ റീസ്റ്റോറേഷനും സർവീസ് റീസ്റ്റോറേഷൻ ഓക്കെ എല്ലാ കാര്യങ്ങളും ഈ വർക്ക്ഷോപ്പിൽ ഇവിടെയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ ജിപ്സി ഇറങ്ങുന്നുണ്ടല്ലേ? ഇത് ഈ കോട്ടയക്കാരുടെ ഈ സൈഡിൽ ഒരുപാടുണ്ടല്ലേ ഓഫ് റോഡ് പർപ്പസിന്? അതെ അതെ അതെ. ഓക്കെ, ഇത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിനകത്ത് ഇപ്പം നമ്മൾ സസ്പെൻഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മെക്കാനിക്കൽ ജോബ്സ് ഉണ്ടല്ലേ? ഇത് റെഗുലർ ആയിട്ട് ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണല്ലേ? ഇത് റെഗുലർ ആയിട്ട് ടയറും ചേഞ്ച് അത് ഓൾറെഡി ഓക്കെ ആൾട്ടർനേറ്റീവ് ടയർസ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇത് പക്ക ഓഫ് റോഡിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണല്ലേ? നമ്മളാണ് ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നത്? ഇതിന്റെ മെയിൻ്റെനൻസ് എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു റാലി ടൈപ്പ് ഒരു ജിപ്സി ചെയ്ത് വിട്ടിരുന്നു. ഓക്കെ ഓക്കെ, കുറേ പണിയുണ്ടല്ലേ റാലി ടൈപ്പ് ചെയ്യുമ്പോൾ? ഇപ്പം നമുക്ക് റീസ്റ്റോറേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു വാഗണർ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ കോണ്ടസ റീസ്റ്റോറേഷൻ നടന്നുണ്ടല്ലേ? ഈ കോണ്ടസ് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഈ കോണ്ടസ് ഒക്കെ നല്ല പണിയാണല്ലേ? അതെ അതെ. ഇതിലിപ്പം അതേ ബോഡിയൊന്നും ഇല്ലല്ലേ? ഇല്ല, ഇതിൽ പല പാർട്സും നമുക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തന്നെ ഇത് മേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണ്, ഒരു മെയിൻ ബുദ്ധിമുട്ടില്ലേ? അതെ. ഓക്കെ, കസ്റ്റമർക്ക് സ്റ്റോക്ക് കണ്ടീഷനിലേക്കാണ് ഈ വണ്ടി വേണ്ടത്, അത് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വരും മാസങ്ങൾ നമ്മൾ ഈ വണ്ടി. എത്ര ടൈം എടുക്കും ഒരു റീസ്റ്റോറേഷൻ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ? ശരിക്കും റീസ്റ്റോറേഷൻ നമുക്കൊരു പക്കായിട്ട് ടൈം പറയാൻ പറ്റുകയില്ല, കാരണം ഓരോ വണ്ടിയുടെയും കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പുറമേ കണ്ടപ്പം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ അഴിച്ചു വരുന്ന സമയത്ത് ഇത് മൊത്തം തുരുമ്പേ ഉള്ളൂ. ഈ പോർഷൻസ് എല്ലാം ഇപ്പൊ നമ്മൾ മേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് വീണ്ടും റീബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് റീബിൽഡ് ചെയ്തിട്ടാണ്. സ്ട്രക്ചർ മൊത്തം റീവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി അതിൽ എന്തെങ്കിലും ബോഡി പാനൽസ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാം മേക്ക് ചെയ്ത് ആ വണ്ടി കറക്റ്റ് ആയി കൊടുക്കും അല്ലേ? ഫുൾഫില്ല് ചെയ്ത്. ഇതൊക്കെ മെനക്കെട്ട പരിപാടിയല്ലേ? അതെ, ഇതില് സമയം എടുക്കുന്നതാണ്. അത്യാവശ്യം സമയം എടുക്കുന്നവർക്ക് ഇതെല്ലാം ഇപ്പൊ നമ്മൾ മേക്ക് ചെയ്തോണ്ടിരിക്കുക. അതിപ്പോ ഈ വണ്ടിയുടെ കേസിൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ മേക്ക് ചെയ്യേണ്ടി വരും. അതെ അതെ. ഈ വാഗണറും റീസ്റ്റോറേഷനാണ്, കംപ്ലീറ്റ് ഫ്ലോറും എല്ലാം പോയിരിക്കുകയായിരുന്നു. ഓൾറെഡി പണ്ടെപ്പോഴും ആക്സിഡന്റ് നടന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ആ റിപ്പയർ പ്രോപ്പർ അല്ലാതിരുന്ന കാരണം വണ്ടി സൈഡ് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ അത് കാരണം നമ്മളെ സമീപിച്ചു. ഇപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് കസ്റ്റമറെയും ബോധ്യപ്പെടുത്തി ഇന്നതാണ് ഇഷ്യൂ എന്നുള്ള അവർ. അതിനുശേഷം വണ്ടി വേറെ എക്സ്പെർട്ടൈസിൻ്റെ അടുത്ത് നിന്ന് അവർ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണ് നമുക്ക് തന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്രോൺ തൊട്ട് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ ഓട്ടോസ്റ്റാർക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ്. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്. ഓക്കെ, അത് വെച്ചിട്ട് ഒരു അണ്ടർ ആഡിയോ ഷോ നല്ലത് വാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും നല്ല വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഇത് ഫുൾ നോർമലി വാഷ് ചെയ്യാം, പിന്നെ നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തും വാഷ് ചെയ്യാം അല്ലേ? ഫോം വാഷും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, നല്ലൊരു ഏരിയ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെയിന്റ് ലാബിന്റെ അല്ലേ? ഇത് നമ്മളുടെ പെയിന്റ് ബൂത്ത് അതുപോലെ തന്നെ 2 വണ്ടികളിലിട്ട് ചെയ്യാം അല്ലേ? അറ്റ് എ ടൈം 2 വെഹിക്കിൾസ് ഇവിടെ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രൈമറി പോളിഷിംഗ്സിനായിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഒരു 3 ബേയുടെ ഉണ്ട്. ഓക്കെ, പ്രൈമറി പോളിഷിനായിട്ട് ബേസിക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഫെയിൻ ലാബിന്റെ എന്തൊക്കെ തരം കോട്ടിങ്ങാണ് നമുക്കുള്ളത്? സെറാമിക് കോട്ടിംഗ് ഉണ്ട്, പിന്നെ ഗ്ലാസ് കോട്ടിംഗ് ഉണ്ട്, ടെക്സ്റ്റൈൽ കോട്ടിംഗ് ഉണ്ട്, കാലിപ്പർ കോട്ടിംഗ് ഉണ്ട്. എല്ലാ തരം കോട്ടിങ്ങുകളും അവൈലബിൾ ആണ്. ഫെയിൻ ലാബ് തന്നെ സജസ്റ്റ് ചെയ്ത് കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ
ഓ അങ്ങനെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ ഓരോ പാർട്ടിനും ഓരോ പോളിഷാണ്, നമുക്ക് അതിന് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഗ്ലാസിന്റെ പോളിഷ് എടുത്ത് ബോഡിക്ക് അടിച്ചാൽ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല അല്ലേ? PPF ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതൊരു ഇപ്പോൾ PPF ഒരു ട്രെൻഡ് ആണല്ലേ? പക്ഷേ കോസ്റ്റ് ഇച്ചിരി മറ്റേതിനെക്കാളും കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിൽ നമുക്ക് പോളിഷിംഗ് ബേസ് ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രൈമറി കോട്ടിംഗ് ഉള്ള സ്ഥലമാണ്. ഇത് പ്രൈമറി കോട്ടിംഗിനുള്ള സ്ഥലം. ഇത് 2 ഏരിയ അല്ലേ? ഈ 2 ഏരിയ. ഇത് നമുക്ക് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൈൻഡ്സ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്ര ഏരിയ അല്ലേ നമുക്കുള്ളത് വർക്കിനായിട്ടുള്ളത്? ഇത്ര ഏരിയയാണ് നമുക്ക് വർക്ക്. പിന്നെ ഇത് കൂടാതെ യാർഡും ഉണ്ട് അല്ലേ? ഇത് കൂടാതെ നമുക്കിപ്പം ഇവിടെ 25 ബേസ് തന്നെ ഉണ്ട് നമുക്ക് സർവീസിനായിട്ട്. ഓക്കെ. അത് പോളിഷിങ്ങിനായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ ഏരിയയായിട്ട് ഒരു 5 ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. അതുപോലെ പിന്നെ വാഷിംഗ് ഏരിയയിൽ മോപ്പിങ്ങിന് വേറെ ഏരിയ ഉണ്ട്. ഓക്കെ ഓക്കെ. ഓരോന്നൊരു സെപ്പറേറ്റ് ഏരിയ ഏരിയാസ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അധികം വെയിറ്റിംഗ് ടൈം കുറഞ്ഞു കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഒരു അധികം താമസിയാതെ കോട്ടയത്തെ നമ്മുടെ ഓട്ടോസ്റ്റാർക്ക് ഒഫീഷ്യലി ഓപ്പൺ ആണെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഒഫീഷ്യലി വലിയ താമസമില്ലാതെ ഒഫീഷ്യലി ഓപ്പൺ ആവും. ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഓപ്പൺ ആവും. ആക്സറീസ് എല്ലാ വിങ്ങും ഓപ്പണായി വലിയ താമസമില്ലാതെ നമുക്ക് ഓപ്പണിംഗ് ഉണ്ടാവും. അല്ല, അതെനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഒരു കസ്റ്റമർ വന്ന് ഇരുന്നാൽ തന്നെ മുഷിയത്തില്ല. കാരണം അതിനുവേണ്ടി സ്ഥലമുണ്ട്, കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഒരു വെറുതെ വന്ന് ഇരിക്കല്ല, വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് വെറുതെ സ്പെൻഡ് ചെയ്യാൻ കൂടി പറ്റിയൊരു സ്ഥലമാണ്. ഒരു ചെറിയൊരു പാർക്ക് പോലെ ഒരു ഫീലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എന്താണ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒഫീഷ്യലി ഓപ്പൺ ആവാത്തതുകൊണ്ട് കുറച്ച് എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ് അല്ലേ? ആക്സസറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഷോക്കേസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവുമില്ല. പിന്നെ നമുക്ക് തൃശ്ശൂർ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടുത്തെ അവിടെ ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കാണുന്നവർക്ക് ഒരു അട്രാക്ഷൻ അത് തന്നെയായിരിക്കും അല്ലേ? ഒരു ഫസ്റ്റ് ലുക്കിൽ കാണുമ്പോൾ ഒരു വലിയൊരു കാര്യം തന്നെയായിരിക്കും അത് കാണുന്നത്. അപ്പോൾ നമുക്ക് തൃശ്ശൂരോട്ട് പോയിട്ട് നമുക്ക് അവിടെ ഇരിക്കുന്ന ഓരോരോ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് ഓട്ടോസ്റ്റാർക്കിൽ പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞു നമ്മൾ പ്രത്യേകതകൾ, അതിൻ്റെ കൂട്ടത്തിൽ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.